വിദേശ രാജ്യങ്ങളിലെ കോടതികൾ വധശിക്ഷയ്ക്ക് വിധിച്ചത് 54 ഇന്ത്യക്കാരെ. ഇതിൽ ഏറ്റവും കൂടുതൽ പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചത് UAE ആണ്, 29 പേരെ. കഴിഞ്ഞ ദിവസം 2 മലയാളികളുടെ വധശിക്ഷ നടപ്പാക്കിയതിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകാത്തതിനെതിരെ പ്രതിഷേധവും ഉയർന്നിരുന്നു. 54 ഇന്ത്യക്കാരെ വിദേശ കോടതികൾ വധശിക്ഷയ്ക്ക് വിധിച്ചതായി കേന്ദ്ര സർക്കാരാണ് വ്യക്തമാക്കിയത്. UAEയിൽ 29 ഇന്ത്യക്കാർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. കുവൈറ്റിലേത് 3 ഇന്ത്യക്കാരാണ്. ഖത്തറിൽ ഒരാൾ, സൗദിയിൽ 12 ഇന്ത്യക്കാരെയും വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഇന്ത്യക്കാർക്ക് ശിക്ഷ ഒഴിവാക്കാൻ എംബസികളടക്കം എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇവർക്ക് വേണ്ട നിയമസഹായവും നൽകി വരുന്നുണ്ട്. രാജ്യസഭാ MP ഹാരിസ് ബീരാന് മറുപടി നൽകുകയായിരുന്നു കേന്ദ്രം. അതേസമയം UAEയിൽ വധശിക്ഷ നടപ്പാക്കപ്പെട്ട 2 മലയാളികളുടെ കാര്യത്തിൽ കൂടുതൽ വിവരം ലഭിക്കുന്നത് കാത്തുനിൽക്കുകയാണ് പ്രവാസി സംഘടനകൾ. വധശിക്ഷ നടപ്പാക്കപ്പെട്ട തലശ്ശേരി സ്വദേശി മുഹമ്മദ് റിനാഷിന്റെയും PV മുരളീധരന്റെയും അന്ത്യകർമ്മങ്ങൾക്ക് സൗകര്യമൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. കുടുംബങ്ങൾക്കൊപ്പം ഇക്കാര്യത്തിൽ അംഗീകൃത അസോസിയേഷനുകൾക്കും സാമൂഹ്യ പ്രവർത്തകർക്കും കൂടി വിവരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. UAEയിലെ ഇന്ത്യൻ എംബസിയും ഇതുവരെ അറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല. തലശ്ശേരി സ്വദേശി മുഹമ്മദ് റിനാഷ് UAE പൗരനെ കൊലപ്പെടുത്തിയെന്ന കേസിലാണ് അറസ്റ്റിലായത്. ഇന്ത്യൻ പൗരനെ കൊലപ്പെടുത്തിയെന്ന കുറ്റത്തിനാണ് മുരളീധരന് വധശിക്ഷ വിധിച്ചത്. മുഹമ്മദ് റിനാഷ് മാനസിക വിഭ്രാന്തിയുള്ള വ്യക്തിയിൽ നിന്ന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കവെയാണ് സംഭവം നടന്നതെന്നും മുൻപൊരു കുറ്റകൃത്യത്തിലും പങ്കാളിയല്ലെന്നും ചൂണ്ടിക്കാട്ടി മാതാവ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നിവേദനം നൽകിയിരുന്നു. എന്നാൽ നയതന്ത്ര ഇടപെടൽ കൊണ്ട് റിനാഷിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. UP സ്വദേശിയായ ഷഹസാദി ഖാന്റെ വധശിക്ഷ UAE നടപ്പാക്കിയതിന് പിന്നാലെയാണ് 2 മലയാളികളുടെ കൂടി വധശിക്ഷ നടപ്പാക്കിയെന്ന വിവരം പുറത്തുവന്നത്.